ദിനേശേട്ടാ, എനിക്കെന്തോ പേടിയാവുന്നു. നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ കാണിക്കുന്നത്? ആൾക്കാർ വിചാരിക്കും നമ്മൾ ഒളിച്ചോടുമായിരിക്കും. അയ്യോ, അപ്പൊ നമ്മൾ ഒളിച്ചോടുവല്ലേ? ഒളിച്ചോടുവാ, അത് നീ മുഖത്ത് കാണിക്കണ്ട, മനസ്സിലായില്ലേ? കടയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നു ദിനേശേട്ടാ. പിന്നെ കടയിലുള്ള ആൾക്കാർ നോക്കത്തില്ലേ? കല്യാണ പെണ്ണിന്റെ വേഷം ഇട്ട് വന്നു കഴിഞ്ഞാൽ നോക്കും, ആരായാലും നോക്കും. പക്ഷെ എന്നെ ഞാൻ സമ്മതിച്ചതെന്നേക്ക് കേട്ടോ. താലി കെട്ടുന്ന ഒരു 5 മിനിറ്റിന് മുമ്പ് ഒന്ന് മൂത്രമൊഴിച്ചിട്ടെന്ന് അച്ഛനോട് ചോദിച്ചിട്ട് ആ അമ്പലത്തിന് മതിൽ ചാടി എന്റെ അടുത്ത് വന്ന ധൈര്യം, അത് എവിടുന്ന് കിട്ടിയിരുന്നു എനിക്ക് ധൈര്യം? നമ്മളിത് എത്ര കണ്ടേക്കുന്നത്? അല്ല, ഞാൻ എത്ര ഈ സിനിമക്കകത്ത് എത്ര തവണ കണ്ടേക്കുന്നത് ഇതൊക്കെ, അതാണ്. പിന്നെ ദിനേശേട്ടാ, ബിജുവിന്റെ ഫസ്റ്റ് പന്തിക്ക് വന്ന് ഉണ്ടിട്ട് പറഞ്ഞേ നല്ല സദ്യയായിരുന്നു, പായസം കൂട്ടി ഉണ്ടിട്ട് വന്നാ മതിയായിരുന്നു. ഭാവിയിൽ കൊള്ളത്തേ ഇല്ലായിരുന്നു. അതെങ്ങനെ ദിനേശേട്ടൻ അറിയാ? ഞാൻ ഫസ്റ്റ് പന്തി കയറി തട്ടി. ഇവിടൊക്കെ ഉള്ള നാളെ ഇല്ലല്ലോ കല്യാണം പെണ്ണന്റെ സദ്യ ഉണ്ണാന്. അഥവാ നീ വന്നില്ലെങ്കിൽ ആ സദ്യ വേസ്റ്റ് ആകുമല്ലോ എന്ന് വെച്ച് കഴിച്ചു. നമ്മളെപ്പോ റെയിൽവേ സ്റ്റേഷനിൽ എത്തും? നീ സമാധാനപ്പെടും. ഒരു 50 രൂപയുടെ പെട്രോൾ അടിക്കുന്നു, 100 വിടിയിച്ചിൽ റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് കൊണ്ടുവെക്കുന്നു, നേരെ ബോംബെ ട്രെയിൻ വരുന്നു, കേറുന്നു, നേരെ കൂട്ടുകാരന്റെ റൂം, അവിടെ നമ്മൾ അടിച്ചു പൊളിക്കുന്നു. ഓക്കെ ആണല്ലോ? പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളീ പോകുന്ന കാര്യം ആരോടും പറഞ്ഞായിരുന്നു? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ സൗമ്യയോടൊന്ന് പറഞ്ഞു. സൗമ്യയോട് എന്തിനാ പറഞ്ഞു? സൗമ്യയോട് പറഞ്ഞാന്ന് വെച്ചാൽ അവൾ എപ്പോഴും എന്നെ മുഖത്ത് നോക്കി ചോദിക്കും, എടി നിന്നെ കെട്ടാൻ ഏത് കൊരങ്ങം വരുവടി? അപ്പൊ എന്നെ കെട്ടാൻ ഒരു കൊരങ്ങം വന്നെന്ന് എനിക്ക് പറയണമല്ലോ. ദൈവമേ, പൊട്ടിയാണല്ലോ എനിക്ക് കിട്ടിയത്.